ഗണപതി ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് വിനായക ചതുർത്ഥി ആചരിക്കുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കപ്പെടുന്നത്. വിനായകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടും വിവിധ തരത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് എന്നുണ്ടെങ്കിലും പാർവതി ദേവി മഞ്ഞളരച്ചുരുട്ടി അതിൽ നിന്നും ഭഗവാൻ ഉണ്ടായി എന്നും മാത്രമല്ല, വ്യാസന് മഹാഭാരതം രചിക്കുവാനായി വിനായകൻ ഇരുന്ന ശേഷം 10 ദിവസത്തെ നീണ്ട രചനകൾക്കൊടുവിൽ 10ാമത്തെ ദിവസം, അതായത് അനന്ത ചതുർദശി ദിനത്തിൽ ഭഗവാൻ രചന കഴിഞ്ഞ് ദേഹമാസകലം അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ പുഴയിൽ മുങ്ങിക്കുളിച്ചതാണ് വിനായക ചതുർത്ഥി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ചതുർത്ഥിയാണ്. ഹിന്ദുമാസമായ ഭദ്രമാസത്തിൽ 10 ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കണത്. ഈ വർഷത്തെ വിനായക ചതുർത്ഥി ദിനത്തിൽ മധ്യാഹ്ന ഗണേശ പൂജ ചെയ്താൽ ഭഗവാൻ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ചൊരിക്കുമെന്നുള്ളതാണ് വിശ്വാസം. വളരെയധികം പ്രത്യേകതകളുള്ള വിനായക ചതുർത്ഥിയാണ് ഈ വർഷത്തേത്. ഈ വർഷത്തെ മധ്യാഹ്ന ഗണേശ പൂജയുടെ സമയം രാവിലെ 11:03 മുതൽ ഉച്ചയ്ക്ക് 1:34 വരെയാണ്. വിനായക ചതുർത്ഥി ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഗണേശ വിഗ്രഹങ്ങൾ പ്രത്യേകമായി പന്തലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധതരം പ്രത്യേക പൂജകൾക്ക് ശേഷം, അതായത് ജനനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിനെ പ്രതീകപ്പെടുത്തുന്ന ഗണേശ വിഗ്രഹങ്ങൾ ജലത്തിൽ, അതായത് നദിയിലെ ജലത്തിലോ സമുദ്രത്തിലോ നിമജ്ജനം ചെയ്യുന്നതോടുകൂടിയാണ് വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങൾക്കൊക്കെ സമാപ്തി കുറിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ വളരെയധികം ആഘോഷങ്ങളാണ് വിനായക ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഗണപതി ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്ന ദിനമാണ് ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത്. ഭഗവാൻ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടുന്നു, നൃത്തം ചെയ്യുന്നു. ഭക്തർക്കൊക്കെ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കണ ഭക്തർക്കൊക്കെ സർവ്വ ഐശ്വര്യങ്ങളും നൽകുകയാണ് ചെയ്യാറുള്ളത്. ഈ മധ്യാഹ്ന പൂജയ്ക്ക് ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ആരാധനകളും പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ നടക്കാറുണ്ട്. ആ സമയത്ത് ഭക്തർക്ക് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് ഗണേശ ക്ഷേത്രങ്ങളിൽ പോയി മധ്യാഹ്ന പൂജയിൽ പങ്കെടുക്കണം. അത് വളരെ ഐശ്വര്യമാണ്. വീടുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഗണപതി ഹോമം പോലുള്ള പൂജകൾ നടത്താം. ഭഗവാന് ഉണ്ണിയപ്പം, മോദകം, ലഡു പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കാം. ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഭഗവാന് പുഷ്പാർച്ചന ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രസാദം വാങ്ങി നെറ്റിയിൽ ചാർത്തുമ്പോൾ ഭഗവാൻ അത് കണ്ട ഭക്തനെ അനുഗ്രഹിക്കും. ഇത് വിശ്വാസമാണ്, ഇത് സത്യമാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പറ്റണവർ ചെയ്യുക. ഈ വർഷത്തെ വിനായക ചതുർത്ഥിയിൽ ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാകും. ഉത്രം, അത്തം, ചിത്തിര, അനിഴം, കേട്ട, പൂരാടം, ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലെ വിനായക ചതുർത്ഥിയോടുകൂടി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ഒഴിഞ്ഞ് സർവവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥനയോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ വിനായക ചതുർത്ഥി വ്രതം എടുക്കണം.
പൂജകളിൽ പങ്കെടുക്കണം. വളരെ വളരെ നല്ലതാണ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ നക്ഷത്രക്കാർ. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഞാൻ വിനായക ചതുർത്ഥിക്ക് വ്രതത്തിലാണ് എന്നുള്ള കാര്യം ആരോടും പറയരുത്. ഇത് പരമരഹസ്യമാക്കിക്കൊണ്ട് നടത്തേണ്ടുന്ന ഒരു വ്രതമാണ് വിനായക ചതുർത്ഥിയുടെ വ്രതം. ഇത് പുറത്ത് നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ ഗുണം ഉണ്ടാവില്ല, അതുകൊണ്ട് മറച്ചു വയ്ക്കുക. ഇനി നിങ്ങൾ വീട്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കണത് എന്നുണ്ടെങ്കിൽ വിനായക ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി പൂജകളൊക്കെ ചെയ്യാം. ഭഗവാന് പ്രസാദങ്ങൾ ഉണ്ടാക്കി നേദിക്കാം. ആദ്യമേ നിങ്ങൾ ചെയ്യാനുള്ളത് തലേ ദിവസം തന്നെ അന്നേ ദിവസം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്ത് മാറ്റിവെക്കുക. തലേ ദിവസമാണ് വ്രതാരംഭം തുടങ്ങേണ്ടുന്നത്. മത്സ്യമാംസാദികളെല്ലാം പൂർണ്ണമായും ത്യജിക്കണം. വിനായക ചതുർത്ഥി ദിനത്തിൽ വലിയ ജോലികളൊന്നും, ഭാരിച്ച ജോലികളോ അതായത് വീട്ടിലെ ജോലികളിലൊന്നും മുഴുകാതെ പ്രാർത്ഥനയിൽ മുഴുകാൻ തലേ ദിവസം ഈ ജോലികൾ ഒതുക്കി വെക്കുക. മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുള്ള വ്രതാരംഭം തലേ ദിവസം തുടങ്ങണം. തലേ ദിവസം മുതൽക്ക് തന്നെ പൂർണ്ണമായും ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം. കൂടാതെ സദാസമയവും സാക്ഷാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് വിനായക ചതുർത്ഥി ദിനത്തിൽ നേരം പുലരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അതിരാവിലെ എഴുന്നേറ്റ് ഗണപതി ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ നടത്തുക. ഗണപതി ഹോമം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നടത്താവുന്നതാണ്. അതിനു മുൻപായിട്ട് ക്ഷേത്ര ദർശനം നടത്തണവർ ക്ഷേത്ര ദർശനത്തിന് പോയിട്ട് വരിക. ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനൊരു നെയ്വിളക്ക് കത്തിക്കുക. 5 തിരിയിട്ട നെയ്വിളക്കാണ് കത്തിക്കേണ്ടുന്നത്. ഗണേശ മന്ത്രങ്ങൾ ചൊല്ലുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജകൾ ചെയ്യുക. കൂടാതെ ആരതി ഒഴിയുക ഭഗവാന്. മാത്രല്ല ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പം, ലഡു, മോദകം തുടങ്ങിയ പലഹാരങ്ങൾ ഇതിലേതെങ്കിലും ഒന്നായിട്ടോ 3 ചേർത്ത് വേണമെങ്കിലും ഭഗവാന് നേദിക്കാം. ഇത് ഭഗവാന്റെ പ്രസാദമാണ്. ഇത് നേദിച്ച് കഴിയുമ്പോഴേക്കും ഭഗവാൻ അതീവ സന്തുഷ്ടവാനായിട്ട് സന്തോഷത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യും. ആ സന്തോഷത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും തരണതാണ്. ഇതിൻ്റെ കൂടെ തന്നെ താമരപ്പൂവും കറുകമാലയും കൂടി ഭഗവാന് ചാർത്തുവാൻ മറക്കരുത്. ഭഗവാന്റെ വിളക്ക് വെക്കുന്ന തട്ടത്തിന് ചുറ്റിനും താമരപ്പൂവ് കൊണ്ട് നിറയ്ക്കാം. കൂടാതെ ഭഗവാന്റെ വിഗ്രഹത്തിൽ, അല്ല നിങ്ങളുടെ കയ്യിൽ ഫോട്ടോയാണുള്ളതെങ്കിൽ അതിൽ കറുകമാല ചാർത്താനും കൂടി മറക്കാതെ ചെയ്യുക. വീടുകളിൽ തന്നെ നമുക്ക് ഗണപതി ഹോമം കൂടി ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ദ്രവ്യങ്ങൾ ഹോമത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഹോമം ചെയ്യാം. പറ്റുകയാണെങ്കിൽ ദിവസം മുഴുവനും നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി മന്ത്രോച്ചാരണങ്ങൾ നടത്താം. ഇനി ഇതല്ല വീടുകളിൽ ചെയ്യുന്നില്ല എന്നുള്ളവരാണെങ്കിൽ അതിരാവിലെ തന്നെ കുളിച്ച് ആ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഗണപതി ക്ഷേത്രത്തിൽ ചെലവഴിക്കാം. വീടുകളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗണപതി ഹോമവും പൂജയും ഒക്കെ കഴിഞ്ഞ് ആരതിയെല്ലാം ഒഴിഞ്ഞ ശേഷം ആ പ്രസാദം നമുക്ക് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി കഴിക്കാം. ഇത് ഭഗവാന് വളരെയധികം സന്തോഷമാകും. വൈകുന്നേരവും ഇതുപോലെ തന്നെ ചെയ്യാം. വേണമെങ്കിൽ രാവിലെ നേദിച്ച പലഹാരം വൈകുന്നേരം എടുത്തിട്ട് വേണമെങ്കിലും എല്ലാ അംഗങ്ങൾക്കും കൂടി ചേർന്ന് കഴിക്കാം. ഇല്ലാച്ചാൽ വൈകുന്നേരവും നിങ്ങൾക്ക് ഉണ്ടാക്കി ഇതുപോലെ ഭഗവാനെ നേദിക്കാം. ഇതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും താമരപ്പൂവ്, കറുകമാല എന്നിവയൊക്കെ വെച്ച് പൂജ ചെയ്ത് നെയ്വിളക്ക് കത്തിച്ച് ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത്രയും ചെയ്യണ ഗ്രഹങ്ങളിൽ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും തരും.
പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഒരു പടി മുന്നിൽ ഭാഗ്യം വരും. വ്രതം എന്ന് പറയുമ്പോൾ വിനായക ചതുർത്ഥി ദിനത്തിൽ പറ്റണവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉപവാസം വളരെ വളരെ നല്ലതാണ്. ക്ഷേത്രങ്ങളിൽ പോയിട്ടിരുന്നിട്ട് വേണേലും ഇത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങളും പഴങ്ങളും ഒക്കെ കഴിച്ചും ഇരിക്കാം. ക്ഷേത്രത്തിലെ പടച്ചോറ് കഴിക്കാം. ചതുർത്ഥിയുടെ പിറ്റേ ദിവസം രാവിലെ ഗണപതിയുടെ ക്ഷേത്രത്തിലേക്ക് പോവുക. അവിടെ നിന്നും തീർത്ഥം നൽകും. ആ തീർത്ഥം സേവിച്ച ശേഷം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ വിനായക ചതുർത്ഥിയുടെ വ്രതം എന്ന് പറയുന്നത് ചതുർത്ഥിയുടെ തലേ ദിവസമാണ് തുടങ്ങേണ്ടുന്നത്. ചതുർത്ഥി ദിനത്തിൽ പൂർണ്ണമായിട്ടും വ്രതത്തിലാണ്. പിറ്റേ ദിവസം പൂർണ്ണമായിട്ടും ഉപവാസമൊക്കെ എടുക്കണവര് പിറ്റേ ദിവസം രാവിലെയാണ് പോയിട്ട് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടുന്നത്. ഇത് വളരെ ഐശ്വര്യമുള്ള വ്രതമാണ്. പൂർണ്ണമായിട്ടും ഉപവാസം സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വേണമെങ്കിലും വ്രതം എടുക്കാം. അതിനും പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയാകും. ഇനി പറയാനുള്ള കാര്യം, ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ മാത്രമല്ല, എല്ലാ മലയാള മാസത്തിലും സങ്കടഹര ചതുർത്ഥി ഉണ്ടാകാറുണ്ട്. ആ ദിനത്തിലും ഇതുപോലെ തന്നെ വ്രതമെടുത്താൽ അത്യുത്തമാണ്. ആ ദിനത്തിൽ വ്രതം എടുക്കണം. തലേ ദിവസം തന്നെ തുടങ്ങണം. പണ്ട് കാലങ്ങളിലൊക്കെ ഈ സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ തന്നെ ചെയ്തിരുന്നു. ഇപ്പോഴെല്ലാവരും ക്ഷേത്രത്തിലാണ് ആ ദിനത്തിൽ പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളികേരവുമായിട്ട് പോവുക. തലയ്ക്കൊഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നാളികേരം ഉടയ്ക്കുക. കൂടാതെ കഴുകി വൃത്തിയാക്കിയ ഇലക്കീറില് മുക്കുറ്റി, കറുക എന്നിവ വെച്ചുകൊണ്ട് 1 രൂപ നാണയം കൂടി തലയ്ക്കൊഴിഞ്ഞ് അത് ഭഗവാന് സമർപ്പിച്ചാൽ അത് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് വീടുകളിലാണെങ്കിലും ഭഗവാന്റെ വിഗ്രഹത്തിലെ കറുകമാല ചാർത്തി മോദകമോ കൊഴുക്കട്ടയോ ഉണ്ണിയപ്പമോ ഒക്കെ ഉണ്ടാക്കി, ലഡുവോ ഒക്കെ ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മോദകം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ലഡു എന്നിവയൊക്കെ. ഇത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേദിച്ച ശേഷം എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒന്നിച്ച് കഴിക്കാം. അതാണ് ഭഗവാൻ ഏറ്റവും സന്തോഷം നൽകണ കാര്യം. ഇത് കൂടാതെ വീടുകളിലെ സ്ത്രീകൾക്ക് ഗണപതി ഹോമം ചെയ്യാം. ഗണപതി ഹോമം എന്നാണ് അതിനെ പറയുക. അത് ചെയ്യാം. രാവിലെ തന്നെ സ്ത്രീകൾ എണീറ്റ് കുളിച്ച് ശുദ്ധിയോടുകൂടി അടുപ്പ് കത്തിക്കുക. അടുപ്പില്ലാത്തവരാണല്ലോ ഇന്ന് മിക്ക ആളുകളും, എല്ലായിടത്തും ഗ്യാസ് സ്റ്റൗ ആണല്ലോ. അപ്പോൾ ചെയ്യേണ്ടുന്നത് തലേ ദിവസം തന്നെ തൊണ്ടെടുത്ത് വെക്കുക. തൊണ്ടിൽ വേണം കത്തിക്കേണ്ടുന്നത്. അടുപ്പുള്ളവർ അടുപ്പിൽ കത്തിക്കുക, ഇല്ലാത്തവർ തൊണ്ടിൽ ചെയ്യുക. അതിൽ തൊണ്ട് കത്തിച്ച ശേഷം അതിലേക്ക് തേങ്ങാപ്പൂളിട്ട് ശർക്കരയും അല്പം നെയ്യും കൂടി ചേർത്ത് ഭഗവാനെ ധ്യാനിക്കണം. മന്ത്രമുണ്ട്, ഓം ഗം ഗണപതേ നമഃ. ഈ മന്ത്രം കൂടി ഇത് ചെയ്യുമ്പോൾ ജപിക്കണം. ഇതിനെ ചെങ്കണപതി ഹോമം എന്നാണ് പറയുക. സ്ത്രീകളാണ് ഇത് വീടുകളിൽ ചെയ്യേണ്ടുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതണോ. അതായത് വ്രതാനുഷ്ഠാനത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായ ശേഷം നിങ്ങൾ അടുപ്പിൽ ഇല്ലാത്തൊരു തൊണ്ടിൽ അത് തൊണ്ടോ അടുപ്പോ കത്തിക്കുക. അതിലേക്ക് അല്പം തേങ്ങാപ്പൂള്, ശർക്കര എന്നിവ ഇട്ട ശേഷം ഒരൽപ്പം നെയ്യും കൂടി ഒഴിച്ച ശേഷം ഭഗവാനെ അത് ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഓം ഗം ഗണപതേ നമഃ ഈ മന്ത്രം കൂടി ജപിക്കുക. ഇതിനോടൊപ്പം തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കൂടി നേദിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഐശ്വര്യ സായുജ്യം നേടുക. അപ്പോൾ ഇത്രയുമൊക്കെയാണ് വിനായക ചതുർത്ഥിയെക്കുറിച്ച് പറയുവാനുള്ളത്. എല്ലാവരും ഈ വർഷത്തെ വിനായക ചതുർത്ഥി നാളിൽ
രാവിലെ 11:03 മുതൽ ഉച്ചയ്ക്ക് 1:04 വരെയുള്ള മധ്യാഹ്ന ഗണേശ പൂജയ്ക്ക് പങ്കെടുക്കുക. വീടുകളിലാണെങ്കിലും നടത്തുക. വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പാലിച്ചാൽ മതി. അപ്പോൾ എല്ലാവരെയും സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.